Hi English learners, welcome to SVK English classes. I am Sunny Varkike. ഇന്നത്തെ ഇഡിയം ബി ഓൺ ദ സെയിം പേജ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് രണ്ടു പേർക്കും അല്ലെങ്കിൽ ആ കോമൺ ഗ്രൂപ്പ് മൊത്തമായിട്ട് ഷെയർഡ് ഐഡിയ ഉണ്ടാവുക, ഇൻഫർമേഷൻ സെയിം ആയിരിക്കുക. ഒരാൾ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കരുത്, നമ്മൾ മനസ്സിലാക്കുന്ന മാതിരി തന്നെ മറ്റ് ടീമിലെ മറ്റംഗങ്ങൾ മനസ്സിലാക്കാം എന്നാണ് ഷെയർഡ് ഐഡിയ. ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ടു ഹാവ് എ ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ് ഓർ എഗ്രീമെൻറ്റ് എബൌട്ട് സംതിങ്, ദേ ഹാവ് ദ സെയിം ഇൻഫർമേഷൻ എബൌട്ട് എ പ്ലാൻ ഓർ ഐഡിയ. ഇതൊക്കെയാണ് അത് ഉദ്ദേശിക്കുന്ന അർത്ഥം. അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് നമുക്ക് എല്ലാവർക്കും ഒരു കൺസെർട്ടഡ് ആയിട്ടൊരു എഫർട്ട്, ഒരുമാതിരി എല്ലാവരും യോജിച്ചൊരു പ്രവർത്തന ശൈലിയിലേക്ക് പോകാൻ പറ്റില്ല. ഒരാളൊന്ന് മനസ്സിലാക്കി വേറെ ആൾ വേറൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രീം ലൈൻ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ബിഫോർ സ്റ്റാർട്ടിങ് ദ പ്രോജക്റ്റ് ദ ടീം മെറ്റ് ടു എൻഷുവർ എവറി വൺ വാസ് ഓൺ ദ സെയിം പേജ്. പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടി നമുക്ക് ഇന്നതാണ് നമ്മുടെ മൈൽ സ്റ്റോൺ, ഇന്നതാണ് നമ്മൾ ഇത്തരം ഡെഡ് ലൈനാണ്, അത് ഉള്ളിൽ തീർക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് എല്ലാവരും ഉണ്ടാവുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. During the meeting, the manager asked if everyone was on the same page regarding the new company policies to avoid any confusion. കമ്പനി പോളിസീസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെപ്പറ്റി മാനേജർ മീറ്റിങ്ങിൽ പറഞ്ഞു. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കാനാണ്, ഇന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ പോകുന്നത്, അതിന് വേരിയേഷൻ ഉണ്ടാവരുത്, എല്ലാവർക്കും കോമൺ ഇൻഫർമേഷൻ, ഒരു ഷെയർഡ് ഐഡിയ ഉണ്ടായിരിക്കണം. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ be on the same page. Okay, thank you for watching the video.